ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പാപക്കറകളെ അനുതാപത്താൽ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയിൽ മുന്നേറുവാനായി യേശുവിൻ്റെ പീഡാനുഭവ സംഭവങ്ങളിലൂടെ യാത്ര ചെയ്ത് വിയർപ്പിൻ്റെ ആനന്ദം ഹൃദയത്തിൽ നിറയ്ക്കുന്ന പുണ്യപ്പെട്ട നോമ്പുകാലത്തിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. വചനത്തിൻ്റെ തുടക്കം തന്നെ യേശു സ്വാന്തന വാക്കോടെയാണ് നമ്മോട് പറയുന്നത്. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. നോമ്പുകാലത്തിൻ്റെ ആദ്യ സന്ദേശം തന്നെ ഇതാണ്. ഭയമല്ല, വിശ്വാസം. ദൈവം നമ്മെ തൻ്റെ സ്നേഹരാജ്യത്തിലേക്ക് വിളിക്കുന്ന കാരുണ്യവാനായ പിതാവാണ് എന്ന ആത്മവിശ്വാസമാണ് നോമ്പിൻ്റെ അടിസ്ഥാനം. പലപ്പോഴും നാം ഭയങ്ങളിലാണ് ജീവിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ വിഷമങ്ങൾ എല്ലാമായി നാം ഭയത്തിൽ കഴിയുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നേറുവാനായി ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവം അവിടുത്തെ തിരഹിതത്തിനൊത്ത സമയം വരുമ്പോൾ എല്ലാം ക്രമീകരിക്കും. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. പലപ്പോഴും നമ്മുടെ ഹൃദയം ഈ ഭൂമിയിലെ കാര്യങ്ങളിലായി ഉടക്കി നിൽക്കാറുണ്ട്. പണം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ എല്ലാം ഒരു നാളില്ലാതാകും. എന്നാൽ സ്വർഗത്തിൽ നാം കരുതി വച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ കള്ളന്മാർ മോഷ്ടിക്കുകയോ ചിതലരിക്കുകയോ ചെയ്യില്ല. സ്വർഗത്തിൽ നിക്ഷേപം സമ്പാദിക്കാനുള്ള മാർഗം വളരെ ലളിതമാണ്. സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു ദാനം, നിഷ്കളങ്കതയോടെ നൽകിയ ഒരു പുഞ്ചിരി, ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന, ആത്മാർത്ഥമായി ഒരു ക്ഷമ, ഇവയൊക്കെയാണ് സ്വർഗത്തിലെ സമ്പാദ്യങ്ങൾ. വിശുദ്ധ മദർ തെരേസ ഓർമ്മിപ്പിക്കുന്നത് പോലെ ചെറിയ കാര്യങ്ങളും വലിയ സ്നേഹത്തോടെ ചെയ്യുക. ദിവസേന ചെയ്യുന്ന ചെറിയ നന്മകൾ പോലും ദൈവത്തിൻ്റെ മുൻപിൽ വലിയ നിധികളാണ്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗീയമായവയിലേക്ക് ഉയർത്താം. കരുണയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാം. ആത്മാവ് നന്മകൾ കൊയ്യുന്ന ഈ നോമ്പുകാലത്ത് ഉപവാസം ശരീരത്തെ ശുദ്ധീകരിക്കുന്നു, പ്രാർത്ഥന ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു, ദാനം ഹൃദയത്തെ വിശാലമാക്കുന്നു. നാം നൽകുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. നോമ്പുകാലം ദാനത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കാലമാണ് എന്ന് ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ. സ്നേഹപിതാവിൻ്റെ കരുണ അനുഭവിക്കുവാനും ത്യാഗത്താലും സ്നേഹത്താലും ആത്മീയ നന്മകൾ കൊയ്തെടുക്കുവാനും വിശുദ്ധിയിൽ ഒരു പടി കൂടി മുന്നേറുവാനും ഈ വലിയ നോമ്പുകാലം ഏവർക്കും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ നോമ്പിലൂടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.